ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രെയിമിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അതായത് നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്, ഒരു പ്രോഗ്രാമിന്, ഒരു ഇവന്റിന് പോവാണ്. ആക്ച്വലി ഈ ഒരു ഇവന്റിന് പോകുമ്പോൾ നമുക്കുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെ കാണാനും ഒരുപാട് ബിൽഡേഴ്സിനെ കാണാനും ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഓഫീസിൽ മീറ്റിംഗ്സുകളും ഡിസ്കഷൻസുകളും കാര്യങ്ങളും നമ്മുടെ സൈഡ് വിസിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്നിച്ച് ഏതായാലും യാത്ര ചെയ്യാം. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ആൻഡ് ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇവന്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന രീതിയിലാണ് പോകുന്നത്. ഈ ഇവന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കെയിലപ്പ് വില്ലേജ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ഇവന്റാണ്. ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരുപാട് ലേണിങ്ങുകളും ഒരുപാട് ഇൻസൈറ്റുകളും ഒരുപാട് നെറ്റ്വർക്കും ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ വരാറുള്ളത്. അത്തരത്തിലൊരു അസറ്റ് കിട്ടുന്ന ഒരു ഇവന്റാണ് ഈ സ്കെയിലപ്പ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി മലബാറിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ബിസിനസ് റിലേറ്റഡ് ഇവന്റുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഗ്യാദർ ചെയ്യുന്ന ഒരു ഇവന്റ് കൂടിയാണ് നമ്മുടെ പെരിന്തൽമണ്ണ നടക്കുന്ന സ്കെയിലപ്പ് വില്ലേജ്. ഇന്ന് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാനും കുറേ ആൾക്കാർ നമ്മളെ പിള്ളേരുടെ ഒക്കെ സെഷൻസും ഡിസ്കഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. നമ്മളുടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, യങ് ഫൗണ്ടേഴ്സ് അവിടെ പാനൽ ഡിസ്കഷൻസും സെഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ ബി സ്കൂളിലെ പിള്ളേരും നമ്മളെ റാക്കിന്റെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാനും അവരൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനും നമുക്ക് ഒരുപാട് നല്ല നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇവന്റ്സ്, ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഇവന്റുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ട്, പുറത്ത് നടക്കുന്നുണ്ട്. നമ്മളുടെ സോഷ്യൽ മീഡിയാസ് ത്രൂ ഒക്കെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പല ഓപ്പർച്യൂണിറ്റീസും, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇവന്റ്സുകളും പല ഫോക്കസ്ഡ് ചെറിയ ചെറിയ സർക്കിളുകളിലുള്ള കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മീറ്റിംഗ്സുകളും അതുപോലത്തെ പല ഡിസ്കഷൻസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയുമ്പോൾ നമ്മളെ സ്റ്റാർട്ടപ്പ് സാറ്റർഡേ പോലത്തെ പ്രോഗ്രാമുകൾ, അങ്ങനെ പല ആളുകൾ കണ്ടക്ട് ചെയ്യുന്ന, പല കമ്പനീസ് കണ്ടക്ട് ചെയ്യുന്ന, പല ക്രിയേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഓരോ ഇവന്റ്സുകളും ഗ്യാതറിങ്സുകളും മീറ്റപ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇത്തരം ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ശരിക്കും റൈറ്റ് ടൈമിൽ റൈറ്റ് പീപ്പിളിൻ്റെ അടുത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോഴ്സസിലോട്ട് നമുക്ക് ആക്സസ് കിട്ടും. അപ്പോൾ അത്തരം റിസോഴ്സുകളൊന്നും നമുക്ക് ഒരിക്കലും പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ നമ്മൾ പറയും. ബന്ധങ്ങൾ നമുക്ക് പൈസ കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ കുറെ കണക്ഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനും ആ കണക്ഷൻസിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വേദികളാണ് പലത്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുറെ കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അവർ നമ്മൾ ചിലപ്പം ലിങ്ക്ഡിനിലും സോഷ്യൽസിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. നമ്മൾ അവരായിട്ട് ചിലപ്പോൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും, കോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആളെ നേരിട്ട് കണ്ടിട്ടില്ല, ആളെ പരിചയപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും ചിലപ്പോൾ ഇത്ര ഇവന്റുകളിലൊക്കെ സ്പീക്കേഴ്സ് ആയിട്ടും ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവരെ ഒന്ന് പോയി ഡയറക്റ്റ് മീറ്റ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും അവരെടുത്ത് ആ കണക്ഷൻ ഒന്ന് പുതുക്കാനും നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺവെർസേഷൻ ഹാപ്പൻ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലീഡ് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു ലൈക്ക് നമ്മളെന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള അപ്പുറത്തോട്ട് നമുക്ക് എന്താ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നല്ല കണക്ഷൻ ആവും, നല്ല നെറ്റ്വർക്ക് ആവും. നമ്മൾ കാണുന്ന നമ്മളെ മുന്നിലുള്ള ഓരോരുത്തരെയും നമ്മൾ ആ രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ രീതിയിൽ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഡെലിവർ ചെയ്യാനും ചെയ്യാറും. ഈവൻ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ചോദിക്കാണ്ട് പോലും നമ്മളുടെ പല സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സിനാരിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ചാലഞ്ചസുകൾക്ക്, നിങ്ങൾക്ക് വരുന്ന ഒരുപാട് സ്ട്രഗിൾസുകൾക്ക് സൊല്യൂഷന് ചിലപ്പോൾ ഇങ്ങനെ ആളുകളിലൂടെ ആയിരിക്കും ഉണ്ടാവുക, ഇത്തരം ഹ്യൂമൻ ബീയിങ്സിലൂടെ ആയിരിക്കും ഉണ്ടാവുക. അത്തരം ഹ്യൂമൻ കണക്ഷൻസ് ഇന്ന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റും കൂടിയാണ്. കാരണം ഇന്ന് നമ്മൾ ഇത്രയും ടെക്നോളജിയും എയും അതുപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഒരു പേഴ്സണൽ USP എന്നൊക്കെ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, സോഴ്സസ് ആണ് ഇത്തരത്തിലുള്ള ഇവന്റ്സുകൾ, ഗ്യാതറിങ്സുകൾ, മീറ്റപ്സുകളൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് സമയങ്ങളിലൂടെ നമുക്ക് ഗ്യാദർ ചെയ്യാനും നമുക്ക് അവിടെ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാനും, അതുപോലെ തന്നെ അവരിലുള്ള ആൾക്കാരുമായി കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് എങ്ങനെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കൊളാബറേറ്റീവ് മൈൻഡ് സെറ്റ് കൂടിയിട്ട്, ഹെൽപ്പ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഞാൻ നേരത്തെ പറയേണ്ട, ഇപ്പോൾ ഇന്ന് ഈ പോകുന്ന ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആദ്യത്തെ എഡിഷനിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പരിചയപ്പെടാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് പരിചയപ്പെട്ട പല ആൾക്കാരും പിന്നീട് നമ്മളുടെ പല കമ്പനീസിലും പല രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെയ്തിരുന്നിട്ടുണ്ട്. സെക്കൻഡ് എഡിഷനിൽ നമ്മൾ പരിചയപ്പെട്ട ഒരാളെ നമ്മൾ ഈവൻ അതിലെ 1-2 പ്രോജക്ട്സ് നമ്മൾ റാക്കിൽ ഓൺബോർഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ സിനാൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ പ്രൊജക്റ്റ് ഒക്കെ നമ്മൾ സെക്കൻഡ് സ്കെയിലപ്പിലാണ് അവിടെ നിന്ന് വെച്ച് അവൻ എന്നെ കാണുന്നതും മീറ്റ് ചെയ്യുന്നതും. അവിടെ നിന്ന് അവൻ ആ ഒരു കിട്ടിയ കുറച്ച് സമയത്തിൽ അവൻ എൻ്റെ അടുത്ത് വന്ന്
സംസാരിച്ചു, അവൻ്റെ ഐഡിയ പിച്ച് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു പേഴ്സണെ കണക്ട് ചെയ്ത് കൊടുത്തു, അവരെ ഗൈഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രൊജക്റ്റ് അത്യാവശ്യം നല്ല പ്രൊജക്റ്റായി വന്നപ്പോൾ നമുക്ക് റാക്കിലോട്ട് അതിനെ ഓൺബോർഡ് ചെയ്യാൻ പറ്റി. അത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ഡിസ്കഷൻസ്, ചെറിയ കോൺവെർസേഷൻസ് എന്നായിരിക്കും അത്തരം വലിയ രീതിയിലുള്ള ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡീലുകളും അതുപോലെ തന്നെ ക്ലയൻസുകളും നെറ്റ്വർക്ക്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്കെയിലപ്പിന് പോകുന്ന സമയത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ പറ്റിക്കോളുന്നില്ല. പക്ഷേ കിട്ടുന്ന സമയം അവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് എന്ത് ഇൻസൈറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അവരെങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ്, അവിടെ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്, അത് നമുക്ക് നമ്മളുടെ ജേർണിയിൽ നമുക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ വെക്കുന്നത്. അതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മൾ ഇതേ ഇൻഡസ്ട്രിയിൽ എക്കോസിസ്റ്റം ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നിൽക്കുന്ന വലിയൊരു ഗാർഡനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എൻ ഓൺടർപ്രണർ, ആസ് എ ബിസിനസ് ഓണർ, നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും ബിൽഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നിങ്ങളുടെ ഡേ 1. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഓൺടർപ്രണർഷിപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്തോ, അന്ന് മുതൽ നിങ്ങൾ മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങണം, മനുഷ്യന്മാരായിട്ട് സംസാരിച്ച് തുടങ്ങണം. ആൻഡ് ഈ മനുഷ്യന്മാരായിട്ട് നിങ്ങൾ ആ ബന്ധം കീപ്പ് ചെയ്യുകയും വേണം. അത് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത് നിങ്ങൾക്ക് എൽഡറായിട്ടുള്ള ആൾക്കാരിലോട്ടും ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിലോട്ടും നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണൽസിനോടും ഒക്കെ നിങ്ങൾക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാനും, നിങ്ങളുടെ എവരി ജേർണിയിൽ, നിങ്ങളുടെ ഓരോ ജേർണിയിലും നിങ്ങൾക്ക് എവിടെ ഒരു പ്രോബ്ലം വന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നോ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാത്ത ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസുകൾ വരുന്ന സമയത്ത് ജസ്റ്റ് എ കോൾ അപ്പുറത്ത് നമുക്ക് ആൾക്കാരുണ്ടായിരിക്കണം. ആ കണക്ഷൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത്, നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത്. മീ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 7-8 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസിൽ ഞാൻ ഇവിടെ എത്തി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഏർലി സ്റ്റേജസ് മുതൽ ഞാൻ ബിൽഡ് ചെയ്ത് തന്നിട്ടില്ല. ഞാൻ എൻ്റെ ഉപ്പാന ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന കാലം തൊട്ടേ അവിടെ തൊട്ടടുത്തുള്ള ബിസിനസ്സുകാർ നടത്തുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലുള്ള, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെക്കാട്ടിലും എൻ്റെ പ്രായക്കാരെക്കാട്ടിലും കൂടുതലും എൽഡറായിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബിസിനസ് ഞാൻ ലൈവായിട്ട് കാണുകയാണ്, അവരുടെ എക്സ്പീരിയൻസുകൾ ഞാൻ കാണുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുമ്പോഴാണെങ്കിലും എൻ്റെ ഓരോ കസ്റ്റമേഴ്സിനോടും എൻ്റെ ഓരോ അവിടെ വരുന്ന ആളുകളുമായിട്ടൊക്കെ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നു, നെറ്റ്വർക്ക് കീപ്പ് ചെയ്യുന്നു, ഫോളോ അപ്പ് കീപ്പ് ചെയ്യുന്നു. അവിടുന്ന് പിന്നീട് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റി എൻ്റെ ഒരു നെറ്റ്വർക്കാക്കി ഞാൻ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഈവൻ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരിലോട്ടും വലിയ ബിസിനസ് ടൈക്കൂൺസ് ആയിട്ടുള്ള ആൾക്കാരിലോട്ടും ഇത്തരം ഇവൻറ്റ്സുകളിലൂടെയും ഒക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും ആക്റ്റീവ്ലി നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് നല്ല നെറ്റ്വർക്ക് ഇന്ന് നമുക്ക് ലൈക്ക് ഒരു അനിയനെ പോലെ ഒരു ഏട്ടനെ പോലെ എന്ന് പറയുന്ന പോലെ ബന്ധത്തിൽ നമുക്ക് ഇന്ന് കേരളത്തിലെ ടോപ്പ് ടൈക്കൂൺസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1-2 കോളിൻ്റെ അപ്പുറത്ത് ഇന്ന് കേരളത്തിലുള്ള ഏത് ടോപ്പ് ലെവലിലുള്ള ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള നെറ്റ്വർക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എഫേർട്സിലൂടെ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള മിഷൻ ആണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മളെ കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ എത്താറുണ്ട്, നമ്മളെ കൂടെ നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺടർപ്രണർ ആണ്, ബിസിനസ് ഓണറാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനിയും ഉണ്ടാവാം. അപ്പം ഉണ്ടാവുന്ന പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെ കൂടെ നിർത്താനും കൂടെ നിൽക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഈ ഒരു നെറ്റ്വർക്കിങ്ങിലൂടെയാണ്, ഇത്രയും ഇവന്റ്സുകളിലൂടെയാണ്, ഇത്രയും പ്രോഗ്രാംസുകളിലൂടെയാണ്. അതിലുള്ള എഫേർട്സ് നമ്മളെല്ലാവരും എടുക്കണം. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് നിർബന്ധിതമായിട്ടൊരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെ റെക്കഗ്നിഷൻ ആൻഡ് വിസിബിലിറ്റി, നമ്മളൊരാളെ പരിചയപ്പെട്ട് നമ്മൾ ആരാണ് നമ്മൾ അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റിൽ അവർ പരിചയപ്പെടുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് അവിടെ പറയാം. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരു വലിയ വൈഡ് സ്പ്രെഡ് ഓഡിയൻസിലോട്ട് നമ്മൾ എത്തിക്കാനും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ് ജേർണിയിലും ഓൺടർപ്രണർഷിപ്പ് ജേർണിയിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈ സമയത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്തത്. നമുക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിച്ചതിൽ ഒരു മെജോറിറ്റി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ജേർണിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ, അതിൻ്റെ എല്ലാവിധ പ്രോസസ്സുകളും എല്ലാവിധ റിസോഴ്സസും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കൂടി വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് ഓൺടർപ്രണേഴ്സിനെയും അതേപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഇവന്റ്സ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടൊക്കെ ഇവന്റ്സ് എല്ലാം സക്സസ്ഫുൾ ആണ്. ശരിക്കും അതിന്റെ ഒരു ഔട്ട്കം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ? സ്ഥിരമായിട്ട് ഇവന്റ്സിന് പോകുന്ന സമയത്ത് കാണുന്ന സെയിം ഫേസസ് ഉണ്ടല്ലോ, ഇവരൊക്കെ തുടക്കത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതേ ഐഡിയ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. എന്തുകൊണ്ടായിരിക്കും ഐഡിയന്ന് ഒരു എക്സിക്യൂഷനിലോട്ട് പോവാത്തത്? ഒരു ക്വിക്ക് റിസൾട്ട് വേണം എന്ന് ഓൺടർപ്രണർ ആസ്പിരൻസിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ?